ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇരുമ്പൻ പുളി, വിലിമ്പി പുളി, ചെമ്മിപ്പുളി എന്നൊക്കെ അറിയപ്പെടുന്ന പുളി ഉപയോഗിച്ചിട്ട് ഒരു കറിയാണ്. അതിൽ നമ്മൾ ഉണക്ക ചെമ്മീൻ കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കറി തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ ഇരുമ്പ് പുളി ഇപ്പോൾ ധാരാളമായിട്ടുള്ള ഒരു സമയമാണ്, അതിൻ്റെ ഒരു സീസണാണ്. ഇപ്പോൾ വെറുതെ കൊഴിഞ്ഞു പോകുന്ന ആ ഒരു ഇരുമ്പൻ പുളി ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു കറി വയ്ക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. നമ്മളിവിടെ 15ഓളം ഇരുമ്പ് പുളി കഴുകി നന്നാക്കി അതിൻ്റെ രണ്ട് സൈഡും ചെത്തിക്കളഞ്ഞിട്ട് രണ്ടായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. രണ്ടായിട്ടോ നാലായിട്ടോ നമുക്ക് അരിയാൻ കേട്ടോ, വലിപ്പം അനുസരിച്ച്. നമ്മളിവിടെ കുറച്ച് പീര എടുത്തിട്ടുണ്ട്. ഏകദേശം അരമുറി പീരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി, അതുപോലെ 2 വെളുത്തുള്ളി, പിന്നെ നമ്മളൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വെള്ളക്കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു അല്പം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ലേശ ഉപ്പ്. ഇത് നമ്മൾ നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കൊരല്പം വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. ഒരു പിടി ചെമ്മീൻ ആദ്യം തന്നെ നമ്മൾ തലയും വാലും ഒക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് ജസ്റ്റ് കഴുകി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഉണക്ക ചെമ്മീൻ ഇല്ലെങ്കിൽ പുളി മാത്രമായിട്ട് നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാം. അതേപോലെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായി ഇരിപ്പുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം, നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മളൊരു ചട്ടിയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇലിമ്പിപ്പുളി കഴുകി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. 2ആയിട്ടോ 4ആയിട്ടോ നമ്മുടെ ഇഷ്ടം പോലെ അരിയാം. ഇതിപ്പോൾ ഒരു 10-15 ഇലിമ്പിപ്പുളി എടുത്തിട്ടുണ്ട്. ഒരുപാട് വലുതല്ല ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം സൈസുള്ളതാണ്. പിന്നെ നമ്മൾ അടുത്തായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീനില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ മഞ്ഞൾ പൊടിപ്പിച്ചുണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇത്. മഞ്ഞളിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. എരിവിനായിട്ടുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഓരോരുത്തരുടെയും എരിവും കാര്യങ്ങളും അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരല്പം വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇളക്കിയെടുക്കുകയാണ്, അതായത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ചട്ടി അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതൊന്ന് മൂടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരണം. കറി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക, ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഈ ചെമ്മീൻ വേണമെങ്കിൽ നമുക്കൊന്ന് ചതച്ചിട്ട് കൂടി ഇടാം കേട്ടോ, അങ്ങനെയും നമുക്ക് ഈ ഒരു കറി വയ്ക്കാം. ഇപ്പം നിങ്ങൾ വേറെ രീതിയിലൊക്കെ വെക്കാറുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാനാണ് പോണത്. അപ്പം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊരു തിളച്ച് വരണം. ഒരു 5 മിനിറ്റ് നമുക്കൊരു ചെറിയ തീയിൽ അതിന് ശേഷം നമുക്കൊന്ന് കുക്ക് ചെയ്യണം. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ചെറിയ തീയിലേക്ക് ആക്കി കൊടുക്കണം. കറി ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് തിളയ്ക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഞാൻ ചെറിയ തീയിലാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് തീ ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കൊരു താളിക്കൽ കർമ്മം കൂടി ഉണ്ട് കേട്ടോ. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ഉണക്കമുളക് 3ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിക്ക് എരിവ് കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പക്ഷേ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല കറക്റ്റ് പാകത്തിനാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ കറിയിൽ ലാസ്റ്റ് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഞാൻ ഇത്തിരി ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ കറിയിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക ചെമ്മീൻ ഇരുമ്പൻ പുളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കാനായിട്ടും മറക്കരുത്. അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.